കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് ആ ശിക്ഷയിൽ തരാവുന്നതിൽ ഏറ്റവും മിനിമം തന്നെയാണ് തന്നിട്ടുള്ളത്. കാരണം ഗ്യാങ് റേപ്പിന് ഏറ്റവും മിനിമം 20 years കൊടുക്കണമെന്നുണ്ട്. മേളിലോട്ട് പോകാം, പക്ഷേ എല്ലാവർക്കും 20 years തന്നെയാണ് കൊടുത്തത്. ഏറ്റവും മിനിമം തന്നെയാണ് തന്നിട്ടുള്ളത്. പോകുന്നുണ്ട്. അതെ, ഇവിടെ പറഞ്ഞ ഇതെല്ലാം എല്ലാ ഗ്രൗണ്ട്സും അവിടെയും റേസ് ചെയ്യും. ഞാനും ശക്തമായിട്ടുള്ള അപ്പീലുമായിട്ട് മുന്നോട്ട് പോകും. ഈ കുടുംബ പശ്ചാത്തലം അതോടൊപ്പം അമ്മയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചിട്ട് അത് എത്രത്തോളം നിർണായകമായിട്ടുണ്ട്? അല്ല, അത് നമ്മൾ ഈ ശിക്ഷ വിധിക്കുമ്പോൾ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ ഇതിൽ പറയുന്നതാണ്. ശിക്ഷയ്ക്കൊരു ഇളവ് നൽകാനായിട്ടുള്ള കാരണം പറയുമ്പോൾ ഓരോരുത്തരും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയും. ആ കൂട്ടത്തിലാണ് കണക്കിലെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ അതെ, അപ്പോഴും കോടതി ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ടല്ലോ, അതായത് എല്ലാവർക്കും തുല്യ പങ്കാളിത്തം എന്ന വാദം കോടതി അംഗീകരിക്കുന്നു. 6 പ്രതികൾക്കും തുല്യ പങ്കാളിത്തം കൊടുത്തേ ശിക്ഷിക്കാൻ ഒക്കുള്ളൂ. കാരണം ഈ ജോയിന്റ് ലയബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് ആ പെർട്ടിക്കുലർ ആക്ട് A1 ആണെങ്കിലും എല്ലാവർക്കും ജോയിന്റ് ലയബിലിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാൻ ഒക്കുള്ളൂ. എല്ലാവർക്കും 20 years ആണ്. മിനിമം ശിക്ഷ കിട്ടിയെന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. എല്ലാം ഈ 20 വർഷത്തിനകത്ത് തന്നെ പോകും. അതെ, 7 കൂടുതലുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിൽ ജയിലിലെടുക്കുന്നത് ഈ 365 days അല്ല, ഒരു വർഷം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതെ, അപ്പീൽ ഞങ്ങളിവിടെ ഒരുപാട് പോയിന്റ്സ് റേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ട് ഈ A1-നെതിരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള റീസണിങ്ങോടുകൂടി തന്നെയാണ്. ആ ഡിഫൻസ് എല്ലാം തന്നെ ഹൈക്കോടതിയിൽ എടുക്കും. മെറിറ്റ്സിലാണ് പോകുന്നത്. അത് എനിക്ക് ഓർഡർ കിട്ടിയാലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുള്ളൂ. അവിടെ വെച്ച് അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല.